ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് വാഷിംഗ് മെഷീനിൽ വരുന്ന വെള്ളത്തിൻ്റെ അളവ് കുറയുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ആ പ്രശ്നം എങ്ങനെ നമ്മൾ പരിഹരിക്കാം, അതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഇന്ന് പോകുന്ന ഈ കണക്ഷൻ ഇതിൻ്റെ അകത്ത് ഫിൽറ്റർ ഉണ്ട്. ആ ഫിൽറ്റർ അയച്ച് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ആ വെള്ളത്തിൻ്റെ എഫിഷ്യൻസിയുടെ വ്യത്യാസം വരും. ഞാൻ പറഞ്ഞ ഫിൽറ്റർ ഇതാണ്, കണ്ടോ? ഇതിൻ്റെ കണ്ടീഷൻ കണ്ടോ? ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ ആ ഫിൽറ്റർ മൊത്തം അടഞ്ഞിരിക്കട്ടോ. ഇനി ഞാനത് നമ്മൾ ദൂരമുണ്ടോ പ്ലെയർ പോലത്തെ എന്തെങ്കിലും ആയിട്ട് എടുക്കാം. ഞാൻ പ്ലെയർ എടുത്തിട്ടുണ്ട്. പയ്യെ ഇങ്ങോട്ട് തിരിച്ച് ഊരാ. ഇത് കണ്ടോ? ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻ. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു ഫിൽറ്ററൊക്കെ ഉണ്ട്. നമുക്ക് ആ ഫിൽറ്ററും ഇതേപോലെ തന്നെ ഊരാം. ഇത് നമുക്കൊന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ വ്യത്യാസം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത്ര അടച്ചു തന്നു കഴിഞ്ഞാൽ വെള്ളം വരില്ല. എന്തുകൊണ്ട ഇതൊക്കെ ഒന്ന് തുടച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഇഷ്ടം കാണാം. അതിൻ്റെ അടുപ്പുള്ള ഫിൽറ്റർ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ നല്ലതായിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഫിൽറ്റർ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ കുറച്ച് നോക്കിയാണ് കളർ മാറും. വേണ്ട ഇതിൻ്റെ അടുത്ത് കാണാം. നമുക്ക് ഫസ്റ്റ് ഫിൽറ്റർ വെക്കും. സെക്കൻഡ് ഫിൽറ്റർ. ഇനി നമുക്ക് നമ്മുടെ ആ സപ്ലൈ കണക്ഷൻ തിരിച്ച് കണക്ട് ചെയ്യാൻ പോകണ്ട. ഞാൻ ചെയ്തത് അറിയുന്നവരുണ്ടാവും, അറിയാത്തവരുണ്ടാവും. ഈ വീഡിയോ അറിയാത്തവർക്ക് ഉപകാരപ്പെട്ടെ. ഒരു പുതിയ വീഡിയോയുമായി ഇനിയും കാണാം.